ഹായ്, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന് പറയുന്ന എം മുകുന്ദൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ്. ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് വായിച്ചു തുടങ്ങിയപ്പം. ഒരു എം മുകുന്ദൻ മാജിക്കാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. കുറച്ച് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വായിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ അദ്ദേഹം ചെയ്തു വെച്ച വർക്ക്സൊക്കെ അത്ര നല്ലതാണല്ലോ. അപ്പം ഭയങ്കര സന്തോഷത്തിൽ തുടങ്ങിയതാണ്. പക്ഷേ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് എന്ന് പറയാം. എനിക്കറിയാവുന്ന എം മുകുന്ദൻ ഇങ്ങനെയല്ല. ഞാൻ വീണ്ടും ഈ ഫ്രണ്ടിലേക്ക് നോക്കി. എം മുകുന്ദൻ എന്ന് തന്നെയല്ലേ എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹമാണ് ഇത് എഴുതിയതെന്ന്. ബിക്കോസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. പണ്ട് വായിച്ചിട്ടുള്ള ആ പുസ്തകങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇതിൻ്റെ പ്രസാധകക്കുറിപ്പിൽ പറയുന്നു അദ്ദേഹം പുതിയ തലമുറയ്ക്ക് വേണ്ടി പുതിയ ഭാഷയിൽ എഴുതിയ പുസ്തകമാണെന്ന്. പക്ഷേ പുതിയ തലമുറയ്ക്ക് ഈ ഭാഷയാണോ ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ല. ഞാൻ അത്ര പഴയ തലമുറയിൽപ്പെട്ട ആളൊന്നുമല്ല. എന്നാലും എനിക്ക് ആ പണ്ടത്തെ ഭാഷയൊക്കെയാണ് ഇഷ്ടം. ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ലവ് സ്റ്റോറി എന്നതിലുപരി എനിക്ക് കൂടുതലും ലസ്റ്റൊക്കെയാണ് എൻ്റെ അകത്ത് ഫീൽ ചെയ്തത്. ആൻഡ് ഫീമെയിൽ പ്രോട്ടഗോണിസ്റ്റിനെ പ്ലേസ് ചെയ്ത രീതിയാണെങ്കിലും ഇപ്പോഴത്തെ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ദി ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡിസ്ക്രൈബ് ചെയ്യുന്നത് കൊഴുത്ത ശരീരവും മുഴുത്ത ശരീരവും കൊഴുത്ത ആത്മാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ തന്നെ എനിക്കൊരു നെഗടിച്ചു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ദി വേ ഷീ റിയാക്ട്സ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ തന്നെ എടാ ഡംബാസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടി റിയാക്ട് ചെയ്യുന്നത്. അപ്പം പഴയ തലമുറയിലെ ആൾക്കാർക്ക് പുതിയ തലമുറയിലെ ആൾക്കാർ ഇങ്ങനെയാണ് എന്ന് മിസ്ഇൻ്റർപ്രിറ്റേഷൻ ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നോ മാറ്റർ വോട്ട് ഇറ്റ് ഈസ്, ഇതൊരു കഥയാണ് എങ്കിൽ പോലും എനിക്കെന്തോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാത്ത ഒരു പുസ്തകമാണ്. സ്റ്റോറി വേണമെങ്കിൽ ഞാൻ ഒരു ഫുൾ റിവ്യൂ ആയിട്ട് ഇടുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. ആൻഡ് കുറേ പേജസൊക്കെ ഉണ്ട് കേട്ടോ. 353 പേജസ് ഉള്ള ഒരു പുസ്തകമാണ്. ബേസിക്കലി ഇത് എന്താണെന്ന് ചോദിച്ചാൽ 0/100 തുടങ്ങുകയാണ്. ഏഞ്ചൽ മേരി സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ഒരാൾക്ക് ഇഷ്ടം തോന്നുകയാണ്. അപ്പോൾ 100 ഡേയ്സിൽ ആ പെണ്ണിനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണം. അങ്ങനെയാണ് ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്നുള്ള പേര് വന്നത്. അപ്പോൾ 1/100 തുടങ്ങി 100/100 വരെ ഓരോ ദിവസത്തിലും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ് ബോക്സ്. ആൻഡ് ഇഫ് യു ഫീൽ ലൈക്ക് യു ഹാവ് ലോസ്റ്റ് ദാറ്റ് എം മുകുന്ദൻ വൈബ് ഇൻ ദിസ് ബുക്ക്, അതും പ്ലീസ് ലെറ്റ് മീ നോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.